ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ഈ ബൈബിൾ പഠനത്തിൽ സംബന്ധിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് നിറപടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കാരണം വചനം അത് ദൈവമാണ്, വചനം ക്രിസ്തുവാണ്. വചനത്തോടടുത്ത് വരുന്നവൻ ദൈവത്തോടടുത്ത് വരുന്നു. വചനത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്നവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഇതൊരു സത്യമാണ്. വചനം പഠിക്കാനുള്ള ഒരു ആഗ്രഹം, വചനം കേൾക്കാനുള്ള ആഗ്രഹം, വചനം വായിക്കാനുള്ള ആഗ്രഹം, വചനം പറയാനുള്ള ആഗ്രഹം എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ചില ദാനങ്ങളാണ്, ചില കൃപകളാണത്. പ്രിയപ്പെട്ടവരെ, നാം ഏതെല്ലാം ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്താലും, എത്ര വലിയ ക്രൂസൈഡുകളിലോ എത്ര വലിയ ആത്മീയ ശുശ്രൂഷകളിലോ പങ്കെടുത്താലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, റിലേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ 2 മണിക്കൂർ അതിൽ ആദ്യം വർഷിപ്പുണ്ട്. ബൈബിൾ വാക്യങ്ങൾ പഠിച്ചത് കാണാതെ പറയാനുള്ള അവസരങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. എന്നാൽ 1 മണിക്കൂർ കൂടുതലായി വചനം പഠിക്കുന്നു. അത് വെറുമൊരു ശാസ്ത്രീയമായ ഒരു പഠനമല്ല. ജീവിതത്തിൻ്റെ ഏടുകളിലേക്ക് തിരിഞ്ഞു നോക്കി വചനവുമായി വെച്ച്, വചനമാവുന്ന വെളിച്ചത്തിൽ നിന്ന് ജീവിതത്തെ പരിശോധിച്ച്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ എൻ്റെ ജീവിതവുമായി എങ്ങനെ പോകുന്നുവെന്ന് ജീവിതത്തെ ശോധന ചെയ്ത് അങ്ങനെ ദൈവസന്നിധിയിൽ തിരുത്തേണ്ടത് തിരുത്തി, സമർപ്പിക്കേണ്ടത് സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശുശ്രൂഷയാണ് ബൈബിൾ ക്ലാസ്. കർത്താവ് അത് വെറും ഒരു പഠനമല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? നമ്മെ തന്നെ പരിശോധിക്കണം, നമ്മെ തന്നെ ശോധന ചെയ്യണം. എങ്ങനെ? വെളിച്ചത്തിലിരുന്ന് ശോധന ചെയ്യണം. വെളിച്ചമാണ് വചനം. നമുക്ക് ഇന്ന് 15ാമത്തെ എപ്പിസോഡാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ച്. ഈ ബൈബിൾ പഠന പരമ്പരയിൽ പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമുക്ക് പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്നത് എവിടെയല്ല, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് എവിടെയല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് എവിടെയെല്ലാം വേണം, പരിശുദ്ധാത്മാവിനോട് എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കണം എന്നെല്ലാം നമുക്ക് ചിന്തിക്കാം. നാം ഉൽപ്പത്തി മുതൽ അവിടെ ഇയ്യോബിൻ്റെ പുസ്തകം വരെയുള്ളതായ പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളതായ വിവരണങ്ങളും രേഖകളും രേഖപ്പെടുത്തലുകളും നാം നോക്കി വരികയായിരുന്നു. എന്നാൽ ഇന്ന് നാം സങ്കീർത്തന പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സങ്കീർത്തനം അതൊരു കീർത്തനമാണ്. അതിന് പിന്നിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. മനുഷ്യഹൃദയത്തിൽ ദൈവിക കീർത്തനങ്ങൾ അത് ആരംഭിച്ചു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ സ്തോത്രം. ദൈവിക കീർത്തനങ്ങൾ, ദൈവിക മർമ്മങ്ങൾ, ദൈവിക പ്രവചനങ്ങൾ അത് കീർത്തനങ്ങളായി, സങ്കീർത്തനങ്ങളായി, സ്തുതികളായി, ആരാധനയായി, ആലാപനങ്ങളായി നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് പുറത്തേക്ക് ശബ്ദങ്ങളായി വരാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. 150 സങ്കീർത്തനങ്ങൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ സങ്കീർത്തനങ്ങൾ എഴുതിയത് ദാവീദാണ്. സങ്കീർത്തനങ്ങൾ അധ്യായമെന്ന് പറയുകയില്ല, അത് ഓരോന്നും ഓരോ സങ്കീർത്തനങ്ങളാണ്. ഓരോ സങ്കീർത്തനം, 1-ാം സങ്കീർത്തനം, 2-ാം സങ്കീർത്തനം, അങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം 1-ാം അധ്യായം എന്ന് പറയുകയില്ല, കാരണം അധ്യായമായിട്ടല്ല അത് ക്രമീകരിച്ചിരിക്കുന്നത്. പൂർണ്ണതയുള്ളതായ ഒരു കീർത്തനം, 1-ാമത്തെ പാട്ട്, 2-ാമത്തെ പാട്ട്, അങ്ങനെയാണ് പോകുന്നത്. എന്നാൽ പുസ്തകങ്ങൾ എഴുതുമ്പോൾ അത് അധ്യായങ്ങളായിട്ടാണ്, കാരണം ഒന്നിൻ്റെ ബാക്കിയാണ് മറ്റൊന്ന്. അത് നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. എന്നാൽ ശലോമോൻ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്, മോശ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്, കർത്താവിന് യദൂഥൂൻ, അങ്ങനെ പലരും ഒത്തിരി പേര് സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. കോരഹപുത്രന്മാർ സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്.
ഒത്തിരി പേര് സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമായ സങ്കീർത്തനങ്ങളാണ്. ഈ 51 സങ്കീർത്തനം അതിലേറ്റവും ശ്രദ്ധേയമാണ്. 51 സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് തന്നെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അവൻ ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ രചിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള പ്രവാചകനായ നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ വന്നപ്പോൾ അതിനുശേഷം ദാവീദ് എഴുതിയതായ ഒരു സങ്കീർത്തനമാണ് 51 സങ്കീർത്തനം. അതിൽ ചുരുങ്ങിയത് 2 സ്ഥലത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാം. 51 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യം, 11 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. സ്ഥിരമായ ഒരാത്മാവ്, അത് പരിശുദ്ധാത്മാവാണ്. 11 വാക്യം, നിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് 2 വാക്യങ്ങളിലായി ദാവീദ് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ആദ്യത്തെ 10 വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം, എങ്കിലേ നിൻ്റെ ആത്മാവ് സ്ഥിരമായി എന്നിൽ വസിക്കൂ എന്ന്. ദാവീദ് ഇതിലൂടെ വലിയൊരു സത്യമാണ് നമ്മോട് ഓരോരുത്തരോടും വിളിച്ചു പറയുന്നത്. നമ്മിൽ പലരുടെ മേലും പരിശുദ്ധാത്മാവ് വരാറുണ്ട്, തീർച്ചയായും. ഒരു വലിയ ആത്മീയ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയിൽ വരുമ്പോൾ ഒരുപക്ഷെ അല്പം ഒരുക്കമില്ലെങ്കിൽ പോലും ആത്മാവ് വരും. കാരണം പരിശുദ്ധാത്മാവ് മഴ പോലെയാണ്. നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യുകയും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഔട്ട് പോറിങ് വരുമ്പോൾ ഒരുപക്ഷെ വേണ്ടതുപോലെ ഒരുങ്ങാത്തവരുടെ മേലും തുരുത്തി പുതുതാക്കാത്തവരുടെ മേലും ആത്മാവ് വരാം. കാരണം അതുകൊണ്ടാണല്ലോ കർത്താവ് പറഞ്ഞത്, ഈ പുതിയ തുരുത്തിയിലെ പുതിയ വീഞ്ഞ് പകരൂ, പഴയ തുരുത്തിയിൽ പഴയ വീഞ്ഞ് പകർന്നാൽ അത് പൊളിഞ്ഞു പോകുമെന്ന്. അതിന് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മേൽ ആത്മാവ് വന്നു. പക്ഷേ ഈ ആത്മാവ് സ്ഥിരമായി നമ്മിൽ വസിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവം നിർമ്മലമായൊരു ഹൃദയം വേണം. നിർമ്മലമായൊരു ഹൃദയം, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ളൊരു ഹൃദയം. അപ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, ഓ ഗോഡ്, ആൻഡ് റിന്യൂ എ റൈറ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. എനിക്ക് ഒരു ക്ലിയർ ഹാർട്ട് തരണം. കർത്താവിന് സ്തോത്രം. ഒരു നല്ല നിർമ്മല ഹൃദയം. പ്രിയപ്പെട്ടവരെ, അതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പുറമേ നമുക്ക് എന്ത് വേണമെങ്കിലും അഭിനയിക്കാം, അല്ലേ? പുറമേ അഭിനയിക്കാം. പക്ഷെ അഭിനയങ്ങളൊന്നും ദൈവസന്നിധിയിൽ വിലപ്പോവുകയില്ല. ഹൃദയമാണ് ദൈവം നോക്കുന്നത്. ഹൃദയം. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശമൂവേൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് ബേത്ലഹേമിൽ ഇശായിയുടെ മക്കളിൽ ഒരാളെ രാജാവാക്കുവാനുള്ള ദൈവിക നിർദ്ദേശം ലഭിച്ച് കൊമ്പിൽ തൈലം നിറച്ച് ശമൂവേൽ പോകുമ്പോൾ മൂത്ത മക്കൾ അവരെയെല്ലാം രാജാവാക്കാൻ വേണ്ടി അഭിഷേകം ചെയ്യാനായിട്ട് ശമൂവേൽ തുടങ്ങുമ്പോൾ നല്ല പൊക്കവും വണ്ണവും തടിയും പുറമേ ആകാരസൗഷ്ഠവുമുള്ളതായ ഇശായിയുടെ മൂത്ത മക്കളെ കണ്ടപ്പോൾ ശമൂവേൽ പ്രവാചകൻ പോലും ഒന്ന് സംശയിച്ചു, ഇവരായിരിക്കും. പക്ഷെ ദൈവം പറഞ്ഞു, അവൻ്റെ പൊക്കമോ വണ്ണമോ നോക്കരുത്, യഹോവ ഹൃദയങ്ങളെ തൂക്കി നോക്കും. കർത്താവിന് സ്തോത്രം. ഹൃദയങ്ങളെ നോക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം എങ്ങനെയുണ്ട്? ഹൃദയത്തിൽ വക്രതയാണ്. ഒന്ന് പറയും, മറ്റൊന്ന് ഹൃദയത്തിൽ നിരൂപിക്കും. പരിശുദ്ധാത്മാവ് സ്ഥിരമായി വസിക്കുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയുണ്ടോ അതായിരിക്കണം നമ്മുടെ വാക്ക്. ഹൃദയം എങ്ങനെയാണോ അതായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ഒന്ന് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നാം സംസാരിക്കരുത്, അഭിനയിക്കരുത്. അത് ദൈവം വെറുക്കുന്ന കപട ഭക്തിയാണ്, കപടഭക്തി. അങ്ങനെ കപടഭക്തിയുള്ളവർക്ക് ആത്മാവ് സ്ഥിരമായി വസിക്കില്ല. ഒരുപക്ഷെ അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു ദൈവദാസൻ തല കൈവലിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയൊരു ആത്മീയ ശുശ്രൂഷയുടെ മധ്യത്തിൽ നീ വന്നിരിക്കുമ്പോൾ നിൻ്റെ മേലും ദൈവം തൻ്റെ കരുണയുള്ള ദൈവം തൻ്റെ ആത്മാവിനെ പകരും.
പക്ഷെ ആത്മാവ് സ്ഥിരമായി നിന്നിൽ വസിക്കണമെങ്കിൽ ഹൃദയം നിർമ്മലമാകണം. പുറമേയുള്ള ചില ചടങ്ങുകളോ പുറമേയുള്ള ചില ആചാരങ്ങളോ ചില അനുഷ്ഠാനങ്ങളോ അല്ല, അതൊന്നുമല്ല. പുറമേ നാം കഴിക്കുന്ന ചില വഴിപാടുകളുമല്ല. ഇനി ഞാൻ കുറച്ചുകൂടി വരട്ടെ. പുറമേ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പുറമേ അന്യഭാഷ പറഞ്ഞു, അതുമല്ല എന്ന് ഞാൻ പറയാം. ഹൃദയത്തിൽ ഉള്ള ആ നിർമ്മലത, ഹൃദയം. ഒരാൾ വേദനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുന്നു, അത് യേശുവിൻ്റെ ഭാവമാണ്. ഒരാൾ വിഷമിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം വിഷമിക്കുന്നു. ഒരാൾ ഞെരുങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് ഞെരുക്കമുണ്ടെങ്കിൽ പോലും, കർത്താവേ ഒരുപക്ഷെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും, കർത്താവേ അവർ ഞെരുക്കുന്നല്ലോ, അപ്പോൾ എന്ത് ചെയ്യേണ്ടു എന്നുള്ള ആ ഒരു ഞരക്കം, അത് ക്രിസ്തുവിൻ്റെ ഭാവമാണ്. ഹല്ലേലൂയ. അവനെ എന്ത് വേണം ചെയ്യട്ടെ, എനിക്കെന്നാ കാര്യം, അങ്ങനെ ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവമേ അല്ല. ടു പെയിൻ വിത്ത് ദ പെയിൻ ഓഫ് ദ പെയിൻഡ്. ദുഃഖിക്കുന്നവരോട് കൂടെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ദുഃഖിക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ നമുക്ക് എപ്പോഴും എല്ലാവരുടെ അടുക്കൽ ഓടിച്ചെല്ലാൻ പറ്റിയില്ലായിരിക്കാം. പക്ഷെ ഒരാൾ വിഷമിക്കുന്നത് കാണുമ്പോൾ, സങ്കടപ്പെടുന്നത് കാണുമ്പോൾ, വേദനിക്കുന്നത് കാണുമ്പോൾ, നിരാശപ്പെടുന്നത് കാണുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും കരകയറ്റണമെന്നുള്ളതായ ദാഹം. സത്യമായും ഞാൻ പലപ്പോഴും ഞങ്ങളുടെ കൂടിയൊരവിൽ പറയാറുണ്ട്, ഞാൻ പലപ്പോഴും ഒരു ഭംഗിവാക്ക് പറയുന്നതല്ല പ്രിയരെ. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അധികം പ്രാർത്ഥിക്കാറില്ല. എൻ്റെ മക്കൾക്കോ എൻ്റെ കുടുംബത്തിലെ ആളുകൾക്കോ വേണ്ടിയിട്ട് അധികം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ, സത്യമായി ഞാൻ അറിയുന്ന ഒരു സത്യമാണ്, അതിൽ കൂടുതൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടായ്മയിലുള്ള ചർച്ചിൽ വരുന്ന ദൈവവചനം കേൾക്കാൻ വരുന്ന ദൈവമക്കളുടെ വിഷമം ഓർക്കുമ്പോൾ, അവരനുഭവിക്കുന്ന വേദന ഓർക്കുമ്പോൾ, അവരനുഭവിക്കുന്ന കഷ്ടപ്പാട് ഓർക്കുമ്പോൾ, അവരുടെ കടബാധ്യതകൾ, രോഗങ്ങൾ, ഞെരുക്കങ്ങൾ, ഭവനമില്ലാത്തത്, വാഹനമില്ലാത്തതെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവസനിൽ നിന്ന് വേദനിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം തികഞ്ഞു എന്ന് പറയുകയല്ല പ്രിയരെ. തീർച്ചയായും കർത്താവിൻ്റെ മക്കൾ ഓടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഒരുപക്ഷെ എനിക്ക് അവരുടെ കൂടെ പോകാൻ പറ്റുന്നില്ല, പക്ഷേ കർത്താവെ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വേദന. അവരെ ഏതെങ്കിലും വിധത്തിൽ കൈത്താങ്ങൽ കൊടുക്കണം. അവരൊരിക്കലും കുറ്റം പറയരുത്, അവരെ വിമർശിക്കേണ്ട. അവരെ ഏതെങ്കിലും രീതിയിൽ ഒരു നല്ല വാക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സ്തോത്ര കാഴ്ച കൊടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹെൽപ്പ് കൊടുത്ത്, വാക്കുകൊണ്ട് താങ്ങി, ഹൃദയം കൊണ്ട് താങ്ങി, പ്രാർത്ഥനയിൽ താങ്ങി അവരെ കർത്താവിൻ്റെ സന്നിധിയിൽ അവരെ ഓർക്കുന്ന ഒരു സ്വർഗീയ അനുഭവം, അതൊരു വലിയ അനുഗ്രഹമാണ്. കർത്താവിന് സ്തോത്രം. ദാവീദ് പറയുകയാണ്, നിർമ്മലമായൊരു ഹൃദയം. ഇത് ഒരു ഭാഗമാണ്. എന്നാൽ മറുഭാഗത്ത് അഴുക്ക് ചിന്തകൾ, മലിനമോഹങ്ങൾ, ദ്രവ്യാഗ്രഹങ്ങൾ, പക, വിദ്വേഷം, നേതാവാകാനുള്ള കൊതി, സ്വയം, ഞാനെന്ന ഭാവം, അഹങ്കാരം, ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ നടക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പഠിക്കുകയായിരുന്നു തീഷ്ണതാബിംബം. എന്താണ്? ദൈവം ദുഃഖിക്കുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് തീഷ്ണത, അത് നടന്നേ പറ്റൂ. ദൈവം പറയുന്നത് വേണ്ട, പക്ഷെ എനിക്കത് ചെയ്തേ പറ്റൂ, ഞാനിങ്ങനെ പോകൂ. ഞാൻ ആ സ്വയത്തിൽ കേന്ദ്രീകൃതമായിട്ടുള്ള അമിത ആവേശമാണ് തീഷ്ണതാബിംബം. ദൈവം ദുഃഖിക്കുന്നുവോ, ദൈവത്തിൻ്റെ ഹിതമെന്ത്, ദൈവത്തിൻ്റെ ആഗ്രഹമെന്ത്, ദൈവം എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ താല്പര്യം എന്താണ്, ഇതൊന്നുമില്ലാതെ സ്വയമായി ചില തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നു. അതിൽ തീഷ്ണത ജനിപ്പിക്കുന്നു. അതങ്ങനെ തന്നെ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ കാര്യങ്ങളിലും, ഞങ്ങൾക്ക് 3 ആൺകുഞ്ഞുങ്ങളാണ്. അവർ, എൻ്റെ പ്രിയ ഭാര്യ സാലി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തപ്പോൾ തന്നെ ഞങ്ങൾ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഈ കുഞ്ഞുങ്ങൾ കർത്താവിനുള്ളവ, കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവിൻ്റെ മഹത്വത്തിന്. അത് വെറുതെ ഒരു ഭംഗിവാക്കായിരുന്നില്ല. ആ കുഞ്ഞുങ്ങൾ പഠിച്ച് മുന്നോട്ട് വന്നപ്പോഴും ഞങ്ങൾ ഒരിക്കലും നിർബന്ധം പറഞ്ഞില്ല ഈ കുഞ്ഞുങ്ങൾ ഇന്നത് പഠിക്കണമെന്ന്. കർത്താവ് അങ്ങയുടെ ഇഷ്ടം പൂർണ്ണമായും വിട്ടുകൊടുത്തു. ഞാനും എൻ്റെ ഭാര്യയും കഴിഞ്ഞ 39 വർഷമായി ഡെൻ്റൽ ഫീൽഡിനോട് ബന്ധപ്പെട്ടാണ്. ഇനി അവർ ഡെൻ്റൽ ഫീൽഡിലേക്ക് വരണമെന്നോ അത് പഠിക്കണമെന്നോ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. സാധാരണ മാതാപിതാക്കൾ അവരായിരിക്കുന്ന ഫീൽഡിലേക്ക് മക്കളെ കൊണ്ടുവരാൻ പരിശ്രമിക്കും, ചെയ്തില്ല. സ്തോത്രം. ഞങ്ങൾ ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു. ഒന്നിലും ചില മാതാപിതാക്കളുണ്ട്, എൻ്റെ മക്കൾ ഇങ്ങനെ തന്നെയായേ പറ്റുമെന്ന് പറഞ്ഞാൽ അവരുടെ മേൽ കെട്ടിവെക്കുന്നു. അതൊരു തീഷ്ണതാബിംബമാണ്. അവരിന്നത് പഠിച്ചേ പറ്റൂ. മക്കൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ് ആഗ്രഹം, അപ്പനും അമ്മയ്ക്കും അവരെ ഡോക്ടറാക്കിയേ പറ്റൂ. മക്കൾ കിടന്ന് വലയും. പക്ഷെ ഭാഗ്യവശാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു.
അവർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു, ഞങ്ങളും പ്രാർത്ഥിച്ചു. കർത്താവെ, അവരെ എന്താകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവോ ആ വഴിയിലൂടെ നടത്തണമേ എന്ന് വിട്ടുകൊടുത്തു. നാം നമ്മുടെ മക്കളെ എത്ര കരുതിയാലും അത് കരുതലാവുകയില്ല. പക്ഷെ ദൈവം നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുതിയാലാണ് അത് ഏറ്റവും വലിയ കരുതൽ. കൃപയാൽ മൂത്ത മോൻ ബിടെക് പഠിച്ചു, പാസ്സായി. രണ്ടാമത്തെ മോൻ MBBS എടുത്തു. മൂന്നാമത്തെ മോനും MBBS ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് എടുത്തു. അവരിപ്പോൾ MDക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മൂത്ത മോൻ വിവാഹം കഴിച്ചു. ഞാൻ ഡെൻ്റൽ ഫീൽഡിലേക്ക് എൻ്റെ മക്കൾ വരണ്ടായെന്ന് ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും ഞങ്ങളുടെ മൂത്ത മകൻ്റെ മോള്, ഞങ്ങൾ മോളെന്നാണ് വിളിക്കുന്നത്, മൂത്ത മകൻ്റെ വൈഫ് മെറിമോള്, മോള് ഡെൻറ്റിസ്റ്റാണ്. അവർ സ്വന്തമായി ഡെൻ്റൽ ക്ലിനിക്ക് തുടങ്ങാനിടയായി. പ്രിയപ്പെട്ടവരെ, ഒന്നും നമ്മൾ തീക്ഷ്ണമായിട്ട് മുറുകെ പിടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എല്ലാം വിട്ടുകൊടുക്കണം. എല്ലാം വിട്ടുകൊടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. മുറുകെ പിടിക്കുന്നതല്ല. മുറുകെ പിടിക്കണം, നിത്യജീവനെ മുറുകെ പിടിക്കണം, ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഞങ്ങളുടെ താല്പര്യങ്ങളും നമ്മുടെ ഹിതങ്ങളെല്ലാം വിട്ടുകൊടുക്കണം. അതൊരു ഭക്ഷണം കഴിക്കുന്നതിൽ പോലും എനിക്ക് ഇന്നതേ ഇഷ്ടമുള്ളൂ എന്ന് സ്ഥാപിക്കരുത് ഒരു ദൈവവേദൽ. ഞാൻ സാക്ഷ്യത്തോടെ പറയാം, ഇതൊന്നും ഭംഗിവാക്കോ നന്മയോ പറഞ്ഞ് കുറേ നന്മകൾ പറഞ്ഞ് സ്വയമായി പുകഴ്ത്തുകയല്ല പ്രിയരെ. 32 വർഷമാകാൻ പോകുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്, ആകാൻ പോവുകയാണ്. ഒരു പ്രാവശ്യം പോലും ഭക്ഷണമേശയിൽ മുഖം പാടാൻ ഇട വന്നിട്ടില്ല. എല്ലാം മൃഷ്ടാന്ന ഭോജനമൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അച്ചാർ കൂട്ടി ചോറിട്ടിട്ടുണ്ട്, വെറുതെ ഉപ്പ് തെളിച്ചിട്ട് ചോറിൻ്റെ അവസരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ മുഖം പാടാതെ, ഒരു വാക്കിൽ പോലും വഴക്ക് കൂടാതെ സന്തോഷത്തോടെ ഞാനും എൻ്റെ ഭാര്യ ഇരുന്ന് ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സാക്ഷ്യ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പുറമേ പ്രസംഗത്തിൻ്റെ ശബ്ദത്തിൻ്റെ ധ്വനി മാത്രമല്ല, ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാമ്പും കാതലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്തായാലും തികഞ്ഞെന്നാണോ? അല്ല. ഞാനിന്നും എനിക്ക് രൂപാന്തരം കിട്ടേണ്ട വിഷയങ്ങളെ ഓർത്ത് ഞാൻ ദൈവസന്നിധി കരയാറുണ്ട്. എനിക്ക് കർത്താവ് കാണിച്ചു തരാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇനിയും ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് എവിടെയെല്ലാമെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യം തരാറുണ്ട്. അല്ല, ചില ദൈവമക്കളിലൂടെ അത് ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ ഞാൻ എളിമയോടെ തിരുത്താൻ ശ്രമിക്കാറുണ്ട്. സ്തോത്രം. ഞാൻ പറയട്ടെ, നിർമ്മലമായ ഒരു ഹൃദയം, ഒരു നിർമ്മല ഹൃദയം, വക്രതയില്ല, കോട്ടമില്ല, നിർമ്മല ഹൃദയം, എങ്കിലേ പരിശുദ്ധാത്മാവ് സ്ഥിരമായി വസിക്കുകയുള്ളൂ. ദാവീദ് അന്നേ അത് മനസ്സിലാക്കി. പിന്നെ മാത്രമല്ല, ദാവീദ് പറയുകയാണ് 11-ാം വാക്യം, നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് അടിക്കുകയും വരുതേ. ഒരിക്കൽ ലഭിച്ച ആത്മാവ് എന്നിൽ നിന്ന് മാറിപ്പോകും എന്നുള്ള സത്യം. ചല്ല് പറയുന്നത് ഒരിക്കൽ പരിശുദ്ധാത്മാവ് വന്നാൽ പിന്നെ ഒരിക്കലും പോകില്ലെന്ന്. അത് തെറ്റായ ചിന്താഗതിയാണ്. പരിശുദ്ധാത്മാവ് പോകും, പോയിരിക്കും. മോനെ, അഴുക്കുള്ളയിടത്ത് പ്രാവ് വന്നിരിക്കുകയില്ല. പെട്ടെന്നങ്ങ് പോകുന്നല്ല പറഞ്ഞത്. നിൻ്റെ മനോഭാവം, നിനക്കൊരു തെറ്റ് വന്നു, തെറ്റ് വന്നു, അതിനിപ്പോൾ എന്നാ ന്യായമാണോ? ഇനിയും തെറ്റൊക്കെ വരും. അങ്ങനെയുള്ള മനോഭാവമാണെങ്കിൽ പരിശുദ്ധാത്മാവ് പോകും. എന്നാലൊരു തെറ്റ് വന്നു, അയ്യോ എന്നുള്ള ആ ഒരു നിലവിളി, അയ്യോ കർത്താവേ എന്നുള്ള നിലവിളി, അപ്പോൾ ഞാൻ സ്വർഗത്തോടും എന്നോട് പാപം ചെയ്തു പോയി, പരിശുദ്ധാത്മാവേ അങ്ങ് ഞാൻ ദുഃഖിപ്പിച്ചു, എന്നോട് ക്ഷമിക്കണപ്പോ എന്നുള്ള നമ്മുടെ മനോഭാവമാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ആത്മാവ് വന്നു, ആത്മാവ് പോയില്ലെന്നുള്ള ഭോഷ്കിൽ നിങ്ങളാരും പെട്ടുപോകരുത്. അത് ഭോഷ്കാണ്. ആത്മാവ് വന്നാൽ പോകുകയില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എവിടെയുണ്ടെങ്കിൽ അത് പൈശാചികൻ തരുന്ന ചിന്തയാണത്. ദൈവം തരികയില്ല. പരിശുദ്ധാത്മാവ് പോകും, വിട്ടുപോകും. ശിംശോൻ വിചാരിച്ചു, ശിംശോൻ അങ്ങനെ ഭോഷ്ക്ക് പറ്റി. ശിംശോൻ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട അഭിഷിക്തനായിരുന്നു. പക്ഷേ ശിംശോൻ വിചാരിച്ചു, എന്ത് ചെയ്ത് ദലീലയിലെ മടി കിടന്നാലും, സോരക്ക് താഴ്വയിൽ പോയി കിടന്നാലും, എവിടെ പോയി കിടന്നാലും, പെണ്ണിൻ്റെ മടി കിടന്നാലും, വ്യഭിചാരം ചെയ്താലും ഒന്നും ആത്മാവ് പോവുകയില്ലെന്നും വിചാരിച്ചു. ദൈവം തന്ന നാസീർവ്രതം നഷ്ടപ്പെടുത്തിയാലൊന്നും ആത്മാവ് പോവുകയില്ലെന്നും വിചാരിച്ചത്. എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ശിംശോൻ സടകുടഞ്ഞെഴുന്നേറ്റു. തൻ്റെ ശക്തി തന്നിൽ നിന്ന് പോയത് അറിയാതെ അവൻ സടകുടഞ്ഞെഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അതൊരു പോഷ്കിൻ്റെ വ്യാപാരമാണ്. പൈശാചികൻ തരുന്നൊരു വ്യാപാരമാണത്. അതിൽ പെട്ടുപോകരുത്. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പോകാം, പറന്നു പോകാം, സ്വർഗീയഭാവ് പറന്നു പോകാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം സൂക്ഷ്മതയോടെ കഴിയണം.
സൂക്ഷ്മതയോടെ ജീവിക്കണം. ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മുറുകെ പറ്റുന്ന ചില ബന്ധനങ്ങളോ പാപങ്ങളോ ബലഹീനതയോ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളെ സ്ഥിരമായി പിശാച് തോൽപ്പിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ച് കർത്താവേ ഈ പാപം എന്നിൽ മാറ്റണം, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന പാപം എന്നിൽ നിന്ന് മാറ്റണം, പരിശുദ്ധാത്മാവിൽ നിന്ന് മാറിപ്പോകരുത്. അതൊരു നിർബന്ധമായിരിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വിലപ്പെട്ട നിധിയാണ് പരിശുദ്ധാത്മാവ്. ഏറ്റവും വലിയ സ്വത്താണ് പരിശുദ്ധാത്മാവ്. കോടാനുകോടി സ്വത്ത് കിട്ടിയാലും അതിലും വലുതാണ് പരിശുദ്ധാത്മാവ് എന്ന സ്വത്ത്. പരിശുദ്ധാത്മാവ് അത് വലിയൊരു സ്വത്താണ്. പരിശുദ്ധാത്മാവ് ഉണ്ട് എല്ലാമായി. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതൊരു വലിയ പാക്കേജാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ കൃപാവരങ്ങൾ കാണാം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവിടെ ആത്മഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ 9 ആത്മഫലങ്ങൾ നമ്മിൽ നിറയും, നിറഞ്ഞു വരും. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് പൂർണ്ണമാകുന്നല്ല, നിറഞ്ഞു വരും. സ്നേഹമുണ്ടാകും, സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, ദീർഘക്ഷമയുണ്ടാകും, ദയയുണ്ടാകും, പരോപകാരമുണ്ടാകും, വിശ്വസ്തതയുണ്ടാകും, ഇന്ദ്രിയജയമുണ്ടാകും. പക്ഷേ ഇതെല്ലാം പൂർണ്ണജയം ആണോ എന്നല്ല ഞാൻ പറഞ്ഞത്, ഒറ്റ ദിവസം കൊണ്ടല്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു സ്റ്റാർട്ടിങ് നമ്മളിലുണ്ടാകും, അല്ലെങ്കിൽ ഒരു വളർച്ചയുണ്ടാകും. ആത്മാവിൻ്റെ കൃപാവരങ്ങൾ നമ്മളിലൂടെ വരും, കർത്താവിൻ്റെ വേല നമ്മളിലൂടെ വെളിപ്പെട്ട് വരും, കർത്താവിനെ സാക്ഷിക്കാനുള്ള ദാഹം വരും. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. യേശുവിനെ സാക്ഷിക്കാനുള്ള ദാഹം വരും പരിശുദ്ധാത്മാവ് വരുമ്പോൾ. ചിന്തിക്കൂ, യേശുവിനെ സാക്ഷിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ദാഹമുണ്ടോ? ഒരു 500 കിലോമീറ്റർ പോകണം, യേശുവിനെ സാക്ഷിക്കാൻ ഒരു 10 മിനിറ്റ് കിട്ടും. പോവോ? 500 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് 10 മിനിറ്റ് പോയാൽ 1 മണിക്കൂറൊക്കെയാണ് ഞാൻ പോവാം. അതല്ല മോനെ, 5 മിനിറ്റ് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് അവസരം കിട്ടിയാലും, 2 മണിക്കൂർ പ്രസംഗിക്കാൻ കിട്ടുന്നത് പോലെ ഒരു അവസരം കിട്ടിയാലും ഇത് രണ്ടും തുല്യമായി കാണണം. ചില ദൈവമക്കളുണ്ട്, ഇത്ര മണിക്കൂർ പ്രസംഗിക്കാൻ കിട്ടിയാലേ പോവുകയുള്ളൂ, ഇത്ര ആളുകളുള്ളിടത്തേ പോവുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ മാസം ഒരിടത്ത് അങ്ങ് പുനലൂരടുത്ത് ഒരു ചെറിയ മീറ്റിങ്ങിന് എന്നെ വിളിച്ചു. ചെറിയ മീറ്റിംഗാണെന്ന് എനിക്കറിയില്ല, ഒരു മീറ്റിംഗ് വരാമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ 3.5 മണിക്കൂർ വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു 10-25 പേര് കാണും. എനിക്ക് ഒട്ടും വിഷമം തോന്നിയില്ല. ഒരു 25 പേര് കാണും. ഞാനിവിടുന്ന് ബന്ധപ്പെട്ട തന്നെത്താൻ വണ്ടി ഓടിച്ച് രാത്രി വൈകി തിരിച്ച് ഇങ്ങോട്ട് വണ്ടി ഓടിക്കണം. ചെന്നു. എൻ്റെ വിശ്വാസം ശക്തമായി അവിടെ കർത്താവിനെ സാക്ഷിച്ചു, കർത്താവിന് വചനം പറഞ്ഞു. ആ ശബ്ദപരിധിയിലിരുന്ന് ആരെങ്കിലുമൊക്കെ കർത്താവ് തൊട്ടാലോ? ഇതുമല്ലെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദൈവദാസൻ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ആത്മമണ്ഡലത്തിൽ ചലനം ഉണ്ടാകും. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അത് വേദവസ്തു അടിസ്ഥാനത്തിലാണത്. ആത്മമണ്ഡലത്തിൽ ചലനം ഉണ്ടാകും. ഒരു ദൈവത്തിൻ്റെ ഭൃത്യൻ ഒരു സ്ഥലത്ത് കാൽ ചവിട്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഒരുപക്ഷെ പ്രകടമായ ഒരു മാനസാന്തരമോ പ്രകടമായ ആർക്കെങ്കിലും ചിലപ്പോൾ ചലനമോ ഉണ്ടായില്ലെങ്കിൽ പോലും അവിടെ ഒന്നുകിൽ ശബ്ദപരിധിയിലിരുന്ന് കേൾക്കുന്നവർക്ക്, ഇല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ആത്മമണ്ഡലത്തിൽ ചലനമുണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഒരു ശുശ്രൂഷ നടത്തി. അധികം പേര് പുതിയത് വന്നില്ല. ഞാനന്ന് അവിടെ പറഞ്ഞു, ആത്മമണ്ഡലത്തിൽ വലിയ ചലനം സംഭവിക്കുന്നുണ്ട്. പിന്നീട് ഒരു ദൈവവേദൽ ഏതാനും 1-2 മാസം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ശുശ്രൂഷ ഉണ്ടെന്നപ്പോൾ പറഞ്ഞു, അന്ന് നടന്ന ശുശ്രൂഷയിൽ ഇന്ന സ്ഥലത്ത് ആത്മമണ്ഡലത്തിൽ ഒരു ചലനം നടന്നുവെന്ന് പറയാനിടയായി. എന്തുകൊണ്ടാണത്? ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ഒരു പ്രസംഗം പോലെയായോ? ഒരു ബൈബിൾ ക്ലാസ്സാണിത്. ബൈബിൾ ക്ലാസ്. പരിശുദ്ധാത്മാവ്. ദാവീദിനെന്നും പരിശുദ്ധാത്മാവിന് ബഹുമാനമായിരുന്നു. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു വരരുത്. അന്ന് ദാവീദ് ശൗൽ രാജാവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം ഒരല്പം കട്ട് ചെയ്തെടുത്തു. തൻ്റെ ശത്രുവായിരുന്ന ശൗലിനെ കൊല്ലാൻ അവസരം കിട്ടിയിട്ടും ദാവീദ് തൊട്ടില്ല. എന്നാൽ ശൗല് അറിയണം ദാവീദ് തൻ്റെ അടുക്കൽ വന്നു, കൊല്ലാൻ അവസരം കിട്ടിയിട്ടും കൊന്നില്ല. ദാവീദിനോട് ശത്രുത്വം വേണ്ട എന്ന് ശൗൽ ഹൃദയത്തിൽ തീരുമാനിക്കണമെന്ന് ചിന്തിച്ച് ദാവീദ് ശൗലിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൻ്റെ വാളുകൊണ്ട് കട്ട് ചെയ്തെടുത്ത് ആ കട്ട് ചെയ്ത് അപ്പോൾ തന്നെ ദാവീദിന് കുറ്റബോധം. അയ്യോ, ഞാൻ അഭിഷിക്തൻ്റെ വസ്ത്രത്തെ തൊട്ടുപോയല്ലോ. എന്തൊരു സെൻസിറ്റീവായിരുന്നു ദാവീദ്. വെറുതെയല്ല പ്രിയരെ, ദാവീദിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പിൽക്കാലത്ത് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. തൻ്റെ ജനത്തോട് ചേർന്നു, ദ്രവത്വം കണ്ടു. എ മാൻ ആഫ്റ്റർ ഹിസ് ഓൺ ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ദാവീദ് തീർന്നു. കാരണം ഈ പരിശുദ്ധാത്മാവിനോടുള്ള സമീപനമാണ്.
എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നിങ്ങൾ അഭിവൃദ്ധിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനോടുള്ള നിങ്ങളുടെ സമീപനം, പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. ചില പ്രവാചകന്മാരെന്ന് കേട്ടാൽ അലർജിയാണ്, പ്രവചനം എന്ന് കേട്ടാൽ എല്ലാം തെറ്റാണെന്ന് പ്രഖ്യാപിക്കുന്നു. മോനെ, അത് നിൻ്റെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും കെടുതിയാണെന്ന് ഓർത്തുകൊള്ളുക. എല്ലാവരെയും ഒരേ തട്ടിൽ കാണരുത്. കാണാം ചിലപ്പോൾ കള്ളപ്രവാചകന്മാർ, എനിക്കറിയില്ല, എനിക്കങ്ങനെ ആരുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടില്ല ഭാഗ്യവശാൽ. പക്ഷേ എല്ലാം കള്ളപ്രവാചകന്മാരാണെന്ന് പറഞ്ഞ് ഹോൾസെയിലായിട്ട് തട്ടിയാൽ എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം പരിശുദ്ധാത്മാവ് വേദനിക്കുന്നതാണ്. ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനിൽ പുതുക്കണമേ. നിൻ്റെ സന്നിധിയിൽ തന്നെ തള്ളിക്കളരുതേ, നിൻ്റെ പരിശുദ്ധാത്മാവിനിൽ നടിക്കുമരുത്. പരിശുദ്ധാത്മാവ്, നല്ല ആത്മാവ്, സ്ഥിരമായ ആത്മാവ്, ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കാം. അതിനായി നിർമ്മലമായൊരു ഹൃദയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിനിൽ നിന്ന് എടുക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുത്തുകൊണ്ട്, കർത്താവേ, ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണം. നിർമ്മലമായൊരു ആത്മാവ്, നിർമ്മലമായൊരു ഹൃദയം, നിർമ്മലമായൊരു ജീവിതം, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടൊരു ജീവിതം, ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല, ഉള്ളതുപോലെ. കർത്താവെ, അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്ക് തന്ന് അവിടുത്തെ ആത്മാവ് എന്നും വസിക്കുന്ന, ഒരു സെക്കൻഡ് പോലും പരിശുദ്ധാത്മാവ് മാറിപ്പോകാതെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന, പരിശുദ്ധാത്മാവ് ഭരിക്കുന്ന ഒരു ആത്മീയ ഉയർന്ന നിലവാരമുള്ള ജീവിതം ഞങ്ങൾക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, തൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കാൻ തക്കൊണ്ട് നിർമ്മലമായൊരു ഹൃദയം തന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുമായി സംസാരിക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.